ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന 2 എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ സച്ചിയും കൂട്ടിയിട്ട് രേവതി അമ്പലത്തിൽ വരികയാണ്. അപ്പൊ പുള്ളിക്കാരിയുടെ മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ട്. സച്ചി വാങ്ങിക്കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ താലിയുണ്ട്. ആ താലി സച്ചിയെ കൊണ്ട് തന്നെ, അതും ആ ക്ഷേത്രമുറ്റത്ത് വെച്ച് കെട്ടിക്കണം. അങ്ങനെ അവൾ ഈ കാര്യങ്ങളൊന്നും പറയാതെ സച്ചിയെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലെത്തി. അവിടെ വന്ന പാടെ സച്ചിയാണെങ്കിലോ ലക്ഷ്മി അമ്മയോടും ദേവുവിനോടും ഒക്കെ വിശേഷമൊക്കെ ചോദിച്ചു. എൻ്റെ രേവതി, ഒന്ന് വേഗം തൊഴുതു വരാവോ? എനിക്ക് വണ്ടി ഓട്ടത്തിനൊക്കെ പോകാനുള്ളതാണെന്നും പറഞ്ഞ് അവൻ തിടുക്കം കൂട്ടുകയാണ്. ഈ സമയത്താണെങ്കിലും നമ്മുടെ ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യ്, തിരുമേനി ഒന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തിരുമേനി വരുമ്പോഴത്തേക്കിനും സച്ചി അത് കാണുക. ഒരു മഞ്ഞ ചരടില് താലിയൊക്കെ പൂജിച്ചുകൊണ്ടാണ് തിരുമേനി വരുന്നത്. ഇത് കണ്ടപ്പം സച്ചി രേവതിയെ ഒന്ന് നോക്കി. നോക്കുമൊന്നും വേണ്ട, ഈ താലി നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടിത്തരണം. ഹേ രേവതി, നീ എന്തേ പറയുന്നത്? ഞാൻ കെട്ടിയ താലിയല്ലേ നിന്റെ കഴുത്തിൽ കിടക്കുന്നത്? അത് എനിക്കൊരു വാശിപ്പുറത്ത് അമ്മയ്ക്ക് തിരിച്ചു നൽകേണ്ടിയൊക്കെ വന്നല്ലോ. ആ സങ്കടം എനിക്ക് മാറ്റണം. പിന്നെ ഇപ്പൊ നമ്മൾ പഴയതുപോലെയൊന്നും അല്ല. ഇത് നമ്മൾ രണ്ടുപേരും പൂർണ്ണ മനസ്സോടു കൂടി നടത്തുന്ന വിവാഹമാണെന്നൊക്കെ പറഞ്ഞു. സച്ചിക്കാണെങ്കിലോ ഒരുപാട് സന്തോഷമായിട്ടോ. സച്ചി പറഞ്ഞു, എൻ്റെ രേവു, എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. എന്തായാലും ഒട്ടും താമസിക്കേണ്ട, തിരുമേനി കെട്ടിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ തിരുമേനിയുടെയും അമ്മയുടെയും അതുപോലെ കൂടപ്പുറപ്പുകളുടെയും ഒക്കെ ആ ഒരു ആശീർവാദത്തോടു കൂടി നമ്മുടെ സച്ചി രേവതിയുടെ കഴുത്തിൽ വീണ്ടും താലി ചാർത്ത് കാണും. അങ്ങനെ ഈ വിവാഹം നടന്നു. അപ്പം തിരുമേനി പറഞ്ഞു, ഇന്ന് നല്ല ദിവസമാണ്, ഇനി നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സന്തോഷമായിട്ട് ദമ്പതികളായിട്ട് ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശീർവാദമൊക്കെ നൽകി. അതിനുശേഷമാണെങ്കിലോ സച്ചിയോട് പറഞ്ഞു, ദേ ഈ കുങ്കുമം രേവതിയുടെ നെറുകയിൽ ചാർത്തണം, അതുപോലെ തന്നെ അവളുടെ ആ ഒരു താലിമാലയിലും ചാർത്തണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സച്ചി തിരുമേനി പറഞ്ഞതുപോലെ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ രേവതിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ പരസ്പരം മാലയൊക്കെ ചാർത്തിയിട്ട് രണ്ടുപേരും അവിടെ നിന്നിങ്ങനെ ഇറങ്ങുകയാണ്. പിന്നീടാണെങ്കിലും ഇവിടെ സച്ചി രേവതിയും കൂട്ടിയിട്ട് വീട്ടിലെത്തി. അപ്പം വീട്ടിലെത്തിയ പാടെ തന്നെ ഇവളുടെ കഴുത്തിൽ നിന്ന് ആ ഒരു പൂമാലയൊക്കെ പുള്ളിക്കാരി തന്നെ അങ്ങ് ഊരി. അപ്പം അതുമൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് രേവതി ഇറങ്ങി വരുമ്പോഴത്തേക്കിനും സച്ചി ചോദിച്ചു, അല്ല നീ ഈ മാല എന്ത് ചെയ്യാൻ പോവാ? അതെ, ഇനിയിപ്പം ഇത് തിരിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ലല്ലോ, ഇത് വീട്ടിൽ എവിടെയെങ്കിലും വെക്കാം, വാടി കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് രേവതി അകത്തോട്ട് പോകാൻ തുടങ്ങുമ്പോൾ സച്ചി അവളെ പിടിച്ചു നിർത്തി. നമ്മുടെ വിവാഹം നടന്ന ദിവസമാണ് ഇന്ന്. വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും എങ്ങനെയാണോ ഒരു വീട്ടിൽ വലതുകാലെടുത്ത് വെച്ച് കയറുന്നത്, അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ രണ്ടുപേരും വീട്ടിലേക്ക് കയറാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സച്ചിയുടെ നിർബന്ധപ്രകാരം രേവതി ആ ഒരു മാല വീണ്ടും അണിയാണ്. അങ്ങനെ അവര് രണ്ടാളും കൂടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പൊ ചന്ദ്രമതിയാണ് വാതിൽ തുറന്നത്. ചന്ദ്രയും രവിയും കൂടി ഈ കാഴ്ച കണ്ടപ്പോൾ രവിക്ക് വലിയ സന്തോഷമായിട്ടോ. ചന്ദ്രയാണെങ്കിൽ ഇവനിതെന്താപ്പാ, ഇവനിടക്ക് മൊബൈലിൽ റീചാർജ് ചെയ്യുന്നത് പോലെയാണല്ലോ കല്യാണം കഴിക്കുന്നത്. എടാ ചെറുക്ക, നിനക്ക് വേറെ ഒരു പണിയില്ലേന്ന് സച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ സച്ചി പറഞ്ഞു, അതെ, ഇത്രയും കാലവും ഞങ്ങൾ തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടുപേരും പൂർണ്ണ മനസ്സോടു കൂടി കല്യാണം നടത്തിയതാണ്. എൻ്റെ മോളെ രേവതി, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ കൂടെ വിളിക്കായിരുന്നില്ലേ? അച്ഛ, അത് ഇവരെനിക്ക് ആ ഒരു താലി വാങ്ങി തന്നപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അത് ഇവർ തന്നെ എൻ്റെ കഴുത്തിൽ കെട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പം അമ്മയും ദേവും അതുപോലെ തിരുമേനിയും ഒക്കെ പറഞ്ഞു, ഇന്ന് നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്നും ഇന്ന് തന്നെ അതൊക്കെ നടത്താമെന്നും പറഞ്ഞു. അതുകൊണ്ട് അച്ഛ, അല്ലെങ്കിൽ ഞാൻ അച്ഛനെ കാര്യങ്ങളൊക്കെ അറിയിച്ചേനെന്ന് രേവതി മറുപടി പറയുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് രവി പറഞ്ഞു, ചന്ദ്രൻ നോക്കി നിൽക്കാതെ, പിള്ളേര് കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ, നീ വേഗം പോയി ആരതി എടുക്കെന്ന് പറഞ്ഞു. അപ്പോഴാണെങ്കിലോ ശ്രുതിയും സുധിയും അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും ഒക്കെ അങ്ങോട്ട് വന്നു. ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു, ദേ മോളെ പക്ഷേ മോള് പോയിട്ട് ആരതി ഒഴിയെന്ന് പറഞ്ഞു. അല്ല, എനിക്കറിയില്ലല്ലോ ആൻറ്റി, ആരതി എങ്ങനെ ഒഴിയേണ്ടതെന്നും അതിനകത്ത് ആ ഒരു മഞ്ഞ വെള്ളം ഉണ്ടല്ലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എനിക്കറിയത്തില്ല, അതിന് മുളക് പൊടിയാണോ ചേർക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, വേണ്ട മോളെ നീ ചെയ്യണ്ട, അമ്മ തന്നെ ചെയ്തോളാന്നും പറഞ്ഞ് ചന്ദ്രമതി പതിയെ അവിടെ നിന്ന് അങ്ങ് പോയി. അങ്ങനെ ചന്ദ്ര ആരതിയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിലോ, സച്ചി എടാ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ സുധി പറഞ്ഞു, എടാ നിനക്കൊന്നും വേറെ പണിയില്ലേടാ, ഒരുത്തനാണെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ ഇതുപോലെ കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞ് വരും. അതും പോരാഞ്ഞിട്ട് അവനെ അഭിനന്ദിക്കാനായിട്ട് നിന്നെ പോലുള്ളൊരു പൊട്ടനും. എടാ കല്യാണം കഴിച്ചാലേ അന്തസ്സായിട്ട് ഭാര്യയെ പോറ്റാനായിട്ട് പറ്റണം. സച്ചി ഇങ്ങനെയുള്ളൊരു കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും സുധി ഒരു അക്ഷരം പോലും പിന്നെ മിണ്ടിയില്ല. അങ്ങനെ
അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് സച്ചിയും രേവതിയും ഒക്കെ ആരതി ഒഴിഞ്ഞു. ആ ആരതി തട്ടുമായിട്ട് പുള്ളിക്കാരി അത് കളയാൻ വേണ്ടി പോവാണ്. ഈ സമയത്താണെങ്കിലോ സച്ചി പറഞ്ഞു, അല്ല ഇനി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ദേ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇന്ന് ഇവിടെ പല പരിപാടികളും നടക്കും. സദ്യയും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നമുക്ക് ഇന്നങ്ങ് ആഘോഷമാക്കണം. ഞാനും രേവതിയും കൂടെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, അതും അത്രയധികം സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു നിമിഷമാണ്. ഞങ്ങളുടെ കല്യാണ ദിവസം പോലും ഞങ്ങൾക്ക് തമ്മിൽ തീരെയും പൊരുത്തമില്ലാതെയാണല്ലോ നടന്നത്. ഇപ്പതാ എല്ലാ പൊരുത്തവും ഒത്തുചേർന്ന് ഞാൻ എൻ്റെ രേവതിയെ ശരിക്കും അങ്ങ് മനസ്സിലാക്കി തന്നെയാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം സച്ചി പറഞ്ഞു, എന്നാൽ പിന്നെ രാത്രിയിലത്തെ കാര്യങ്ങളും ചടങ്ങുകളൊക്കെ നടത്താനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അച്ഛാ അതൊക്കെ ആരാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അന്നാണ് നമ്മുടെ രേവതിക്ക് പിടികിട്ടി സച്ചി ഉദ്ദേശിച്ച് വരുന്നത് ഫസ്റ്റ് നൈറ്റിന്റെ കാര്യമാണെന്ന്. പതുക്കെ നമ്മുടെ സച്ചിയെ പിടിച്ചിട്ട് രേവതി പറഞ്ഞു, ദേ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യമൊന്നും ഇവിടെ വെച്ച് പറയല്ലേ, വാ നമുക്ക് അകത്ത് പോവാന്നും പറഞ്ഞിട്ട് പതുക്കെ അവനെ അങ്ങ് വിളിച്ചുകൊണ്ട് പോവുക. അപ്പൊ ചന്ദ്രമതിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. ചന്ദ്രയാണെങ്കിലോ, ഓ ഇതുപോലെയുള്ള ഒരുത്തനും അവന് പറ്റിയ ഒരു ഭാര്യയും, ഇതുങ്ങളെയൊക്കെ ഞാൻ ഇനി എങ്ങനെയാണാവോ സഹിക്കുന്നത്. അപ്പൊ രവിക്കൊക്കെ വലിയ സന്തോഷമായി കേട്ടോ. നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കും ഒക്കെ സന്തോഷമായി. അവരൊക്കെ റൂമിലേക്ക് പോയി. പിന്നീടാണെങ്കിലോ നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് വന്ന് ശ്രുതിയും കൂടെ പറഞ്ഞു, അമ്മ ഇതൊക്കെ ഇച്ചിരി ഓവറല്ലേ? ഓവറാടാ മോനെ, എന്ത് പറയാനാ, ഇവന് എല്ലാ സ്വഭാവവും ഈ രീതിയിലാണ്. അവന് കൊട പിടിക്കുന്ന ഒരു ഭാര്യയുമാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ അതൊന്നും കാര്യമാക്കണ്ട. ദേ മോളെ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. ദേ സച്ചി എങ്ങാണ്ട് അരപ്പവനോ മറ്റോ വരുന്നൊരു താലി വാങ്ങി കൊടുത്തിട്ടാണ് അവൾ ഈ കണ്ട തുള്ളൽ മുഴുവൻ തുള്ളുന്നത്. മോളൊരു കാര്യം ചെയ്യും, മോള് മലേഷ്യയിലുള്ള മോളുടെ അച്ഛനെ അങ്ങ് വിളിച്ചു പറയും. ദേ എത്രമാത്രം സ്വർണ്ണാഭരണങ്ങളായിരിക്കും മോൾക്ക് വരുന്നത്. വർഷയെ കണ്ടില്ലേ, വർഷ ഒളിച്ചോടി വന്നതാണെങ്കിലും അവളുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെ പൈസയൊക്കെ ഉണ്ട്. അതുകൊണ്ട് മോളും അതുപോലെ തന്നെയൊക്കെ കാണിച്ച് ഇട്ടോണ്ടൊക്കെ നടക്കണം. ഇപ്പൊ തന്നെ മോളുടെ അച്ഛനെ വിളിച്ച് പറയുന്നു പറഞ്ഞു. എന്നിട്ട് ചന്ദ്ര അങ്ങ് പോയതും നമ്മുടെ ശ്രുതിയാണെങ്കിലോ, ഈശ്വര ഇവരെന്ത് പറഞ്ഞു വന്നാലും അവസാനം എൻ്റെ അച്ഛനെ വിളിച്ചു പറയാനാ പറയുന്നത്. ഇല്ലാത്ത തന്തയ്ക്ക് ഞാൻ എങ്ങനെ ഫോൺ ചെയ്യാനാ? അങ്ങനെ അവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനെയൊക്കെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗജാനന്ദന്റെ ഗുണ്ടകളൊക്കെ ചെല്ലുകയാണ്. എടാ പൈസ മര്യാദക്ക് അടച്ചില്ലെങ്കിൽ നിന്റെ വണ്ടി ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കിനും അവനാണെങ്കിലോ, ഞാൻ ഈ ആഴ്ച എങ്ങനെയും അടച്ചോളാം, ദയവ് ചെയ്ത് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുക. പിന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ അടുക്കളയിലേക്ക് പോയി. അവിടെ ആണെങ്കിൽ ഡിന്നറൊന്നും റെഡിയാക്കിയിട്ടില്ല. ഇവര് പകല് മുഴുവനും ഈ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നടന്നതുകൊണ്ട് ആ ഒരു പണിയൊന്നും അവള് ചെയ്തിട്ടില്ല. നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ കിച്ചണിലേക്ക് ചെന്നു. അപ്പൊ രേവതി എന്തൊക്കെയോ തോരനൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവളുടെ അടുത്ത് ചോദിച്ചു, ഇത് ഇന്നെങ്ങാനും നടക്കുവോ? ഇവിടെ ഉള്ളവർക്കൊക്കെ വിശന്നിട്ട് വയ്യ. നിന്നോടൊക്കെ എത്ര പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ലല്ലോ രേവതി. ഇവിടെ വർഷയും ശ്രുതിയും ഒക്കെ അവരൊക്കെ സമയാസമയത്ത് ഭക്ഷണം കഴിച്ച് വളർന്ന വീട്ടിലുള്ളതാ, അല്ലാതെ നിന്നെപ്പോലെ പട്ടിണി കിടന്ന് വളർന്ന വീട്ടിലുള്ളതല്ല. അതുകൊണ്ട് നേരത്തും കാലത്തും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. രേവതി ഇത് കേട്ട പാടെ തന്നെ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് അങ്ങ് തിരിച്ചു നോക്കി. എന്നിട്ട് ചന്ദ്രയോട് പറഞ്ഞു, അതെ എനിക്ക് 2 കൈയേ ഉള്ളൂ. ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അമ്മയോ അല്ലെങ്കിൽ അമ്മയുടെ 2 മരുമക്കളോ ഒന്നും എന്നെ സഹായിക്കുന്നില്ലല്ലോ. എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാം അറിഞ്ഞും കണ്ടും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി പോയി. അതുകൊണ്ട് മാത്രമാണ് ഇച്ചിരി വൈകിപ്പോയത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഇപ്പം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് അവൾ ആ പണിയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുക. ചന്ദ്രയാണെങ്കിലോ വന്ന് അവളുടെ അഹങ്കാരം അതിനൊരു കണക്കിനും കുറവില്ലാണ്ടായി നിൽക്കുകയാണല്ലോ. ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ വർഷയാണെങ്കിലോ, ആൻറ്റി വിശന്നിട്ട് വയ്യ, ഭക്ഷണം വല്ലതും ആയോ എന്ന് ചോദിക്കുമ്പം ഏയ് ഇല്ല മോളെ, ഇച്ചിരി താമസമുണ്ട്, അവളവിടെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, മോൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ വർഷ പറഞ്ഞു, വേണ്ട ആൻറ്റി, രാത്രിയായില്ലേ, ഇനി എനിക്ക് രാത്രി ഫ്രൂട്ട്സ് ഒന്നും വേണ്ട, എന്തായാലും രേവതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് മതിയെന്നും പറഞ്ഞ് അവൾ സമാധാനമായിട്ട് നിന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നീടാണെങ്കിലോ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ റൂമിലിരിക്കുക. ആശാനാണെങ്കിൽ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണം, ഈ ഒരു വിചാരത്തിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി അവിടെ ഇരിക്കുമ്പോഴത്തേക്കിനും രേവതി വന്നു.
അല്ല എന്താ കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പം കിടക്കാനോ ഇന്നോ അതും എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടല്ലോ, നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു. എന്താ വിളിച്ചത്? എനിക്ക് ഇനിയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് മര്യാദയ്ക്ക് ഇരിക്കാവോ എന്ന് ചോദിക്കുമ്പം ഇന്നത്തെ ദിവസം മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. നീ വേഗം തന്നെ കുറച്ച് മുല്ലപ്പൂവൊക്കെ ഇങ്ങ് എടുത്തോണ്ട് വന്നേ. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത്? ചുമ്മാ കളിക്കല്ലേ, അവിടെ എങ്ങാനും പോയി കിടക്കുമെന്ന് പറഞ്ഞപ്പം അതൊന്നും അല്ല, നീ വേഗം പോയി കുറച്ച് മുല്ലപ്പൂവൊക്കെ എടുത്തോണ്ട് വാ, പല ആചാരങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആദ്യ രാത്രിയാണ്, അതങ്ങനെ തന്നെ ആഘോഷിക്കണം. നീ കണ്ടതല്ലേ ശ്രുതിക്കും ശ്രുതിക്കും ഒക്കെ വേണ്ടിയിട്ട് മണിയറയൊക്കെ ഒരുക്കിയത്, അതുപോലെ തന്നെ നമുക്കും ഒരു മണിയറയൊക്കെ ഒരുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, നിങ്ങൾ സത്യമായിട്ടും കാര്യത്തിലാണോ ഈ പറയുന്നത്? നിങ്ങളിങ്ങനെയൊന്നും പറയല്ലേ മനുഷ്യ, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി പറഞ്ഞു, നീ പോയി എടുക്കണോ അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി എടുക്കണോ എന്ന് ചോദിച്ചു. വേണ്ട, ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ രേവതി പോവാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലോ സച്ചി പതുക്കെ അവളുടെ കയ്യിൽ ഇങ്ങ് പിടിച്ചിട്ടാണെങ്കിലോ അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ, ഇവിടെ വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ചോദിച്ചു, അല്ല ഇപ്പൊ ശരിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പം ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ ഇപ്പം 2-3 പ്രാവശ്യമൊക്കെ കല്യാണം കഴിച്ചത്. പിന്നെ എനിക്ക് ആദ്യമൊക്കെ നിങ്ങളെ പേടിയായിരുന്നു, പിന്നീട് ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടതാണെന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്നും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നന്മകളൊക്കെ ഉണ്ടെന്നും. പിന്നെ ഇന്ന് ഞാൻ ഒരുപാടധികം സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ വിവാഹ ദിവസമായിട്ട് അങ്ങ് കൊണ്ടാടിയാലോ? അതൊന്നും വേണ്ട, നമ്മൾ ശരിക്കും കല്യാണം കഴിച്ച ദിവസം ഇതല്ലല്ലോ, നമുക്ക് ആ ദിവസം തന്നെയാണ് നമ്മുടെ വിവാഹ വാർഷിക ദിവസമായിട്ട് വരുന്നത്. പിന്നെ ഇത് നമ്മൾ എല്ലാ അർത്ഥത്തിലും ഒന്നാകുന്ന ഒരു ദിവസമായിരിക്കും എന്നും പറഞ്ഞ് രേവതി സച്ചിയോട് തൻ്റെ മനസ്സ് തുറക്കുകയാണ്. സച്ചി ആണെങ്കിലോ പതുക്കെ നമ്മുടെ രേവതിയെ ചേർത്ത് നിർത്തുമ്പം രേവതിക്ക് ശരിക്കും നാണമൊക്കെ വന്നു. പിന്നെ അവർ തങ്ങളിൽ അവിടെ ഒരു റൊമാൻസ് നടക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് വർഷയെയും ശ്രീകാന്തിനെയുമാണ്. രണ്ടുപേരും ആ ഒരു കട്ടിലിൽ ഇരുന്നിട്ട് ഒരാൾ അവളുടെ കയ്യിൽ ഫോണുണ്ട്, നമ്മുടെ ശ്രീകാന്തിൻ്റെ കയ്യിലാണെങ്കിൽ അവൻ്റെ അടുത്ത് ഫോണുണ്ട്. രണ്ടുപേരും അങ്ങനെ ഇവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും വർഷ പറഞ്ഞു, ശ്രീകാന്തേ ചുമ്മാ എൻ്റെ പുറകെ വരാതൊന്നും വിചാരിക്കണ്ട, നീ എന്നെ ഇപ്പം ഇടിച്ചിട്ട് കഴിഞ്ഞാൽ തിരിച്ച് നിന്നെയും ഞാൻ ഇടിക്കൂടാന്നും പറഞ്ഞ് അവളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചന്ദ്രമതി ആണെങ്കിലോ ഇതൊക്കെ ഇങ്ങനെ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടിട്ട് താഴത്ത് നിന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക, ഈ പിള്ളേർക്കൊന്നും ഉറക്കമില്ലേ, എത്ര സമയമായി? അപ്പുറത്ത് രേവതിയുടെയും സച്ചിയുടെയും കിളിക്കൊഞ്ചൽ കേട്ടിട്ട് ചന്ദ്രമതിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ആണെങ്കിലോ നമ്മുടെ വർഷ പറഞ്ഞു, അതെ ശ്രീ എനിക്ക് കിടക്കാം, നമുക്ക് കിടക്കല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് വലിയ സന്തോഷത്തിൽ അവരും അവിടെ അങ്ങ് കിടക്കാൻ തുടങ്ങുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സുധി ഒരു സ്വപ്നം കാണുന്നതാണ്. സുധി ആണെങ്കിൽ ഇപ്പൊ പണിയും വേലയും കൂലിയും ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് ഒരു ഹോട്ടലിൽ തൽക്കാലം ഒരു സപ്ലയറുടെ ജോലി വാങ്ങിച്ചെടുത്തു. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ അപ്പം ഇടിയപ്പം പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആണോ ആ ഐറ്റംസിൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് സ്വപ്നത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെയ് റോസ്റ്റ് മസാല ദോശ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവൾ നോക്കുമ്പോഴാണെങ്കിലോ ഇവൻ ഇതെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്, മുഴുവനും ഫുഡ് ഐറ്റംസ് ആണല്ലോ, ഇവൻ എന്ത് സ്വപ്നം അപ്പം ഈ കാണുന്നതെന്നും പറഞ്ഞ് ഇവൾ പതുക്കെ നമ്മുടെ സുധി അങ്ങ് തട്ടി വിളിച്ചു. അപ്പം സുധി പറയുന്നുണ്ട്, ഇല്ല സാറേ ഞാൻ ഉറങ്ങിപ്പോയിട്ടില്ല, എന്നെ തട്ടി വിളിക്കല്ലേ, ഞാൻ ഉറങ്ങിപ്പോയിട്ടില്ല സാറേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സുധി ചാടി എഴുന്നേറ്റു. അപ്പം നീ എന്തൊക്കെയാ സുധി പറയുന്നത്, നീ ഏത് കടയിലെ കാര്യം ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. ഇനി ഇവളെങ്ങാനും കേട്ട് കാണുമോ, ഞാൻ പറഞ്ഞതൊക്കെ ദൈവത്തിനറിയാം, എന്താ ഉറക്കപ്പിച്ച് പറഞ്ഞതെന്ന് ശ്രുതിക്ക് പോലും നിശ്ചയമില്ല. അങ്ങനെ ശ്രുതി ഇങ്ങനെ ഇരുന്നു, അതെ ഞാനേ ഫുഡ് കഴിച്ച കാര്യം, ഞാനിന്ന് തട്ടുകട കയറിയായിരുന്നു, അവിടെ നിന്ന് ഞാൻ തട്ടുദോശ കഴിച്ചു, അതുകൊണ്ടായിരിക്കും അവിടുത്തെ കടക്കാരൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു, അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചതാന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവളെങ്ങാനും സത്യം എങ്ങാനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ കാര്യം പോക്കാണ്. അങ്ങനെ ഇവരാണെങ്കിൽ പിന്നീട് പറഞ്ഞു, നിനക്കല്ലേലും ഏത് നിമിഷം ഉറക്കം തന്നെ ഉള്ളൂ. അപ്പുറത്തെ റൂമിൽ കണ്ടില്ലേ സച്ചിയും രേവതിയും ഒക്കെ എന്ത് ഹാപ്പിയാണ്, അവൻ കണ്ടില്ലേ അവൻ്റെ ഭാര്യയോട് എത്രമാത്രം ഇഷ്ടമുണ്ട്, അവൻ വീണ്ടും അവളെ താലി കെട്ടിയില്ലേ. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർ താലി കെട്ടിയെങ്കിൽ എന്താ, അവരിപ്പോഴല്ലേ ജീവിതം തുടങ്ങുന്നത്, നമ്മൾ നമ്മുടെ ആദ്യ രാത്രി തന്നെ നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്തില്ലേ എന്ന് ചോദിക്കുക. എന്നിട്ടും നിനക്കിങ്ങനെ തന്നെയാണല്ലോ, എപ്പോഴും ക്ഷീണമാണ്, ഉറക്കമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവള് പരാതി പറയുകയാണ്.
പിന്നീടാണെങ്കിലോ നമ്മുടെ ചന്ദ്രമതി ഈ 3 മക്കളുടെ ബെഡ്റൂമിൽ നിന്നും ഈ കിളിക്കൊഞ്ചിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സച്ചി രേവതി ആണെങ്കിൽ അവിടെ ഭയങ്കര പാട്ടും മേളവും ഒക്കെയാണ്. ഇപ്പുറത്ത് ശ്രീകാന്ത് പക്ഷിയും ഒട്ടും മോശമല്ല. അങ്ങനെ ഉറങ്ങിക്കിടന്ന നമ്മുടെ ശ്രുതിയെ പോലും വിളിച്ചുണർത്തിയിട്ട് ശ്രുതിയാണെങ്കിൽ അവരും അവിടെ നല്ല റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ പോവാണ്. അപ്പം ചന്ദ്രയ്ക്ക് ഈ ഒരു സൗണ്ടൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കിനും ചന്ദ്രയ്ക്ക് തീരെ പിടിച്ചില്ല. ഈ പിള്ളേർക്കൊന്നും ഉറക്കമില്ലേ, പാതിരാത്രി എന്ത് ചിരിയാ ചിരിക്കുന്നത്, അത് ഈ രേവതി എന്തൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറ്റി ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ചന്ദ്രമതിയോട് നമ്മുടെ രവി പറഞ്ഞു, ചന്ദ്രേ ഇങ്ങ് വാ, പിള്ളേര് കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലല്ലോ, അവരൊന്ന് ചിരിച്ചോട്ടെ, നീ അതൊന്നും കണ്ടില്ല എന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അതെങ്ങനെയാണ് മനുഷ്യ, ചെവി പൊത്തിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ, മൊത്തം 3 റൂമില്ലേ, 3 റൂമിൽ നിന്ന് കൂടെ അല്ലേ ഈ ബഹളമൊക്കെ കേൾക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്ര പറഞ്ഞപ്പം നമ്മുടെ രവി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്, നീ എൻ്റെ പറ്റേ വന്നിരിക്ക്, നമുക്കൊന്ന് ചിരിക്കാടി. അയ്യടാ ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ ചിരിക്കാത്തതിൻ്റെ കേട് കൂടെ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര രവിയെ കളിയാക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.